ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെറിയൊരു പ്രത്യേകത ഉള്ള ദിവസമാണ് കേട്ടോ. എന്ന് നമുക്ക് സ്പെഷ്യലാണ്, അതിനിപ്പോൾ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. എന്നാലും ഇന്നൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമുക്ക് വീട്ടിലോട്ടൊക്കെ വിരുന്നുകാർ വരുന്നത് ഇഷ്ടമല്ലേ? എനിക്കിഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ അങ്ങനെ വിരുന്നുകാരൊക്കെ വരുന്നത്? എനിക്കിഷ്ടമാണ്. കാരണം നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ വരിക, 2 ദിവസം നിൽക്കുക, അല്ലെങ്കിൽ ഒന്നാമത് സംസാരിക്കാനൊക്കെ ആയിരിക്കും കൂടുതൽ താല്പര്യം. അപ്പോൾ വരുന്നത് ഇഷ്ടമാണ്, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇഷ്ടമാണ്, അവരെ കൂടുതൽ പരിഗണിക്കുന്നത് ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എനിക്കൊരു ഗസ്റ്റ് ഉണ്ടെന്ന്. ഗസ്റ്റ് എന്ന് പറയുമ്പോൾ കസിൻ സിസ്റ്ററാണ് വരുന്നത്. അപ്പോൾ ഇന്ന് ചെറിയൊരു പരിപാടിയൊക്കെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പൊതുവേ ഇങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ വരിക എന്ന് പറയുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, കുക്കിങ്ങിനൊക്കെ നമുക്ക് ഇതുപോലെ ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനെയൊക്കെ വെക്കാൻ ഒരു താല്പര്യം തോന്നുള്ളൂ. അല്ലാതെ നമ്മൾ തന്നെയുള്ള ദിവസങ്ങളിലാണെങ്കിൽ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് കറിയൊക്കെ ഇട്ട് ഒപ്പിച്ച്, എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ നമുക്ക് മാത്രമായിട്ട് ഉണ്ടാക്കുമ്പോൾ കഴിക്കാനും തോന്നില്ല. പക്ഷേ ആരെങ്കിലുമൊക്കെ കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് സ്വയം ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാനാണല്ലോ. അവരെ കഴിപ്പിക്കാനൊക്കെ ആയിരിക്കും താല്പര്യം. അപ്പോൾ ഇവിടെ അരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1.5 കിലോ വെക്കാൻ എന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ അരി, ജീരകശാല അരി എടുത്ത് അതൊന്ന് അളന്നെടുത്ത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കനും ഒന്ന് കൊടുന്ന് കഴുകി ചിക്കനൊന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഈ ഒരു വെള്ള പോലെ നിൽക്കുന്ന ബിരിയാണിനേക്കാളും അതിൽ ചിക്കൻ ഇങ്ങനെ വെള്ളമായിട്ട് കിടക്കില്ലേ, അതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഡീപ് ഫ്രൈ ചെയ്ത് വെക്കണതാണ് എനിക്കിഷ്ടം. പക്ഷേ ഇവിടെ ഇപ്പം ഞാനത് ചെയ്യുന്നില്ല. ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ട് വെക്കാമെന്നാണ് വിചാരിച്ചു കേട്ടോ. പച്ചക്കറിയൊക്കെ രാവിലെ തന്നെ പെട്ടെന്ന് ഞാൻ ബിരിയാണി വെക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ടാസ്ക് അതാണ്. ഈ സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി ഇതൊക്കെ കൂടുതൽ അരിഞ്ഞും ചതച്ചും വെക്കാനായിരിക്കും കൂടുതൽ സമയം വരിക. അപ്പോൾ അത് രാവിലെ തന്നെ അങ്ങ് കഴിച്ചു വെച്ചാൽ പിന്നെ അത് ഉണ്ടാക്കുന്നതിൻ്റെ സമയമുള്ളല്ലോ. അപ്പോൾ ഇവിടെ ചിക്കനൊക്കെ കഴുകി ജസ്റ്റ് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഒന്ന് തിരുമ്മി വെച്ചിട്ട് അതൊന്ന് കുക്കർ തന്നെയാണ് കേട്ടോ വെക്കുന്നത്. ഇന്ന് ചെരുവോ ചെമ്പോ ഒന്നും ഒടിക്കാനുള്ള സമയമൊന്നും തോന്നുന്നില്ല. സമയമല്ല, ജസ്റ്റ് കുറച്ചല്ലേ വെക്കുന്നത്. അപ്പോൾ ഇത് കുക്കറിൽ ഓക്കെ ആയിട്ടുണ്ടാവും. ഇതിൽ കറക്റ്റായിട്ട് വെക്കുകയും ചെയ്യാം. 10 ലിറ്ററിൻ്റെ കുക്കറാണ്, അപ്പോൾ അതിൽ കറക്റ്റായിട്ട് വെക്കാം. അപ്പോൾ അതിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടു. അപ്പോൾ അരി കഴുകി അവിടെ ചിക്കന് ജസ്റ്റ് അങ്ങ് ഫ്രൈ ചെയ്യാനും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ 2 ട്രിപ്പായിട്ട് വേണം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇന്ന് ബിരിയാണിയുടെ കൂടെ ചമ്മന്തി അരക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ അച്ചാറും ഉണ്ട്. അപ്പോൾ സാലഡ് ഉണ്ടാക്കുന്നില്ലാന്ന് വിചാരിച്ചു. അപ്പോൾ ചമ്മന്തി അരക്കാൻ വേണ്ടി തേങ്ങ ഇട്ട് കുറച്ച് മല്ലിയില, പുതിനയില, ചെറിയ ഇഞ്ചിയുടെ ഒരു കഷ്ണം, അതുപോലെ പച്ചമുളക്, ഉപ്പ്, കുറച്ച് വിനെഗർ ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്ത് അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ ഇതുപോലെ ആദ്യത്തെ ഒരു ട്രിപ്പ് പിന്നെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്ത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് കേട്ടോ. അത് അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് ഇട്ട് ഒന്ന് അത് പൊടിഞ്ഞ് പോവാതിരിക്കാൻ. എനിക്ക് ആ വെള്ളം ഇങ്ങനെ കാണാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതൊന്നും ഇങ്ങോട്ട് നിറം മാറാൻ വേണ്ടി മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പോൾ അടുത്ത ട്രിപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി റൈസ് ഉണ്ടാക്കുന്നതും ഗ്യാസിൽ തന്നെയാണ് കേട്ടോ, കുക്കറിലല്ല. അതൊരു ചെരുവത്തിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി അടുപ്പ് കത്തിച്ച് ഒരു ചെരുവം വെച്ചിട്ടുണ്ട്. കുക്കറിൽ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്നാവും. പക്ഷെ ഞാനിന്ന് കുക്കറിൽ ഉണ്ടാക്കുന്നില്ല. കാരണം 1.5 കിലോ ആയതുകൊണ്ട് ഒരു കുക്കറിൽ നമ്മൾ ചിക്കന് മസാല കൂട്ടി വെക്കാൻ വിചാരിച്ചു. അതിൽ തന്നെ ദം ഇടാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അടുത്തതിൽ കുക്കറിൽ അത് കംപ്ലീറ്റ് ആയിട്ട് വെന്ത് കിട്ടിയില്ല. അപ്പോൾ ഒരു ചെരുവം തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അതിലോട്ട് ഓയിലും ഗീയും കൂടെ രണ്ടും കൂടി മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഓൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇച്ചിരി സവാളയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ ഗീ റൈസ് ഉണ്ടാക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ ആദ്യം തന്നെ നമ്മുടെ ഈ സവാളയൊന്നും ഫ്രൈ ചെയ്തെടുക്കില്ല കേട്ടോ. അത് ലാസ്റ്റ് കുറച്ചൊരു നെയ്യിൽ ഫ്രൈ ചെയ്തിട്ട് ഇടുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ലാസ്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ വറുത്ത് കോരി വെച്ചിട്ട് പിന്നെ അത് ലാസ്റ്റ് ഇടുമ്പോൾ എനിക്കത് അത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അളവെടുത്തിട്ടുണ്ട്, 1.5 കിലോ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 6 കപ്പോളം അരി എടുത്തിട്ടുണ്ട് കേട്ടോ. 250 ml കപ്പിൽ 6 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇരട്ടി വെള്ളം കൂടെ വെച്ചിട്ട് ഉപ്പ് ഇട്ട് ഒന്ന് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മസാല, ചിക്കനിലോട്ടുള്ള മസാല ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഓയിൽ ഒഴിച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതിലോട്ട് തന്നെ സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി സവാള വാടിയതിന് ശേഷമാണ് മറ്റ് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ കൂടുതൽ, എനിക്ക് കൂടുതൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിൽ ചിക്കനിലൊക്കെ കൂടുതൽ മസാല വേണം കേട്ടോ. മസാല ചോറുണ്ണുമ്പോഴും കഴിക്കുമ്പോഴും വേണം. ചിലവരൊന്നും ഒട്ടും മസാല ഇല്ലാതെ ഉണ്ടാക്കുമല്ലോ, സവാളയും തക്കാളിയൊന്നും ഇല്ലാതെ. എനിക്ക് കൂടുതൽ വേണം കേട്ടോ. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തു. പിന്നെ അധികമൊന്നും ഞാൻ ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മുടെ ബിരിയാണി മസാല പൊടിച്ചത്, ഇഞ്ചി വെളുത്തുള്ളി
വെളുത്തുള്ളിയുടെ പേസ്റ്റും അതുപോലെ പച്ചമുളകും, എരിവിന് വേണ്ടി പച്ചമുളകും കുരുമുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ. മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചേർക്കാറില്ല. എരിവിന് വേണ്ടി പച്ചമുളകും കുരുമുളക് പൊടി ഇടും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, സവാള ഇത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ഉപ്പും ചേർക്കും. പിന്നെ ചേർക്കുന്നത് നമ്മുടെ പൊടിച്ച് വെച്ചിട്ടുള്ള ബിരിയാണി മസാലയാണ്. അത് മിക്കവാറും ചില സമയത്തൊക്കെ വീട്ടിലുള്ള സ്പൈസസ് വെച്ച് വറുത്ത് പൊടിച്ചിട്ടുണ്ടാക്കും. അതിനാണ് ഫ്ലേവർ കൂടുതൽ. ഇന്ന് ഞാൻ അതിനൊന്നും നിൽക്കുന്നില്ല. ഞാൻ പാക്കറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈസ്റ്റേണിൻ്റെ ബിരിയാണി മസാല എടുത്തിട്ട് ചേർക്കുകയാണ് കേട്ടോ. പിന്നെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഈ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് അതിങ്ങനെ ഒരു ജ്യൂസ് പരുവത്തിലാണ് കേട്ടോ. വല്ലാതെ ഉടച്ചെടുക്കുന്ന കാര്യമല്ല, പക്ഷേ നന്നായിട്ട് വാടി വരണമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് നിൽക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. മറ്റേത് ഈ പച്ച കടിക്കുന്ന കുറച്ചൊക്കെ നമ്മൾ സവാള വാടാതെ ചില ബിരിയാണിയിലൊക്കെ പച്ചക്ക് ഇങ്ങനെ കിടക്കണതാണല്ലോ, തക്കാളി ഒന്നും ഉടയാതെ. അത് എനിക്കത്ര ഇഷ്ടമില്ല കേട്ടോ. ഇങ്ങനെയാണ് വെക്കുന്നത്. അതായത് തക്കാളി സവാളയൊക്കെ നന്നായിട്ട് ഉടച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരണം. ഒരു ജ്യൂസ് പരുവത്തിൽ നന്നായിട്ട് കുഴഞ്ഞ് കിടക്കണം. മറ്റേത് കടിക്കുന്നത് അത്ര ഇഷ്ടമല്ല. അപ്പോൾ നന്നായിട്ട് അത് വാടിയിട്ടാണ് മറ്റു പൊടികളൊക്കെ ചേർത്ത് കൊടുത്തത്. അപ്പോഴേക്കും വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. അരി ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട്. ഇനി അതിന് ശേഷം ചിക്കൻ ഇവിടെ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. ബാക്കിയൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇനി അതിലോട്ട് നാരങ്ങ ചോറിലോട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർക്കുന്നില്ല കേട്ടോ. ചിലരൊക്കെ തൈര് ചേർക്കാറുണ്ട്. ഞാനും ചിലപ്പോഴൊക്കെ തൈര് ഉണ്ടെങ്കിൽ ചേർക്കാറുണ്ട്. തൈര് കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നാരങ്ങയും വിനെഗറും മാത്രമാണ് പുളിക്ക് ചേർക്കുന്നത്. മൂന്നും ചേർക്കുന്നവരുണ്ട്, ചിലവർ തൈര് ചേർക്കാത്തവരുണ്ട്. അങ്ങനെ അവരവരുടെ ഓരോ സ്റ്റൈലാണ്. ഓരോ നാട്ടിലും ബിരിയാണി വെക്കുന്നത് ഓരോ സ്റ്റൈൽ. പലതരം ബിരിയാണി, പലതരം ഫ്ലേവേഴ്സ് അല്ലേ, പലതരം സ്റ്റൈൽ കുക്കിങ് എല്ലാവർക്കും വ്യത്യസ്തമാണ്. അപ്പോൾ ഇവിടെ ഞാനിന്ന് തൈര് ചേർക്കുന്നില്ല. പുളിക്ക് വേണ്ടിയിട്ട് നാരങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, വിനെഗറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലി ഇതൊന്നും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ, അല്ലാതെ ചേർത്ത് കൊടുക്കില്ല. അത് വാടി പോകുന്ന കരുതിയിട്ട് മല്ലിച്ചപ്പ്, പുതിന അത് ആവശ്യത്തിന് എത്രയാണോ നമ്മുടെ ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. റൈസ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 3/4 വേവൊന്നും അല്ല കേട്ടോ. ഞാൻ ഏകദേശം ഒരു ഫുൾ വേവ് തന്നെ എടുക്കുന്നുണ്ട്. വെന്ത ഉടയണില്ല. നമ്മൾ അരി ഇങ്ങനെ പിടിക്കുമ്പോൾ അത് ഒട്ടാതെ കിട്ടുന്ന ആ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ദമ്മിടുമ്പോഴേ ഞാൻ ഇതുപോലെ ഒന്ന് കവറിങ് കൊടുക്കും കേട്ടോ. ഇതിപ്പോൾ വാഴയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ മിക്കവാറും ഞാൻ വെക്കാറുണ്ട്. കാരണം എനിക്ക് കൂടുതൽ ഈ ഒരു മിക്സ് ചെയ്യൂല, അതായത് റൈസും ചിക്കനും കൂടെ മിക്സ് ചെയ്യില്ല. ചിലവർക്ക് അങ്ങനെയാണല്ലോ ബിരിയാണി. മിക്കപ്പോഴും കടയിൽ നിന്നൊക്കെ അങ്ങനെ, അല്ലെങ്കിൽ വേറെയൊക്കെ കിട്ടും. അപ്പം ഞാൻ പൊതുവെ വയ്ക്കുമ്പോൾ എനിക്ക് രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കുന്നത് ഇഷ്ടമല്ല. ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ ആ ചിക്കനിലൊക്കെ ഇങ്ങനെ ചോറ് പറ്റിപ്പിടിച്ച് നിൽക്കൂലേ, അപ്പോൾ അത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരാതിരിക്കുക. എന്നാലും കുറച്ചാവും. അതിൻ്റെ ഗ്രേവിയൊക്കെ മുകളിലോട്ട് വന്ന് ആ ഇലയൊക്കെ ഒന്ന് വാടി അത് താഴോട്ടും പോവും ചോറൊക്കെ. പക്ഷെ അത്ര ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു കവറിങ് വെച്ചിട്ടോ. ഇനി ദമ്മിടാൻ വേണ്ടിയിട്ട് കുറച്ച് ബിരിയാണി മസാല ചോറിലും ഇടയ്ക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഒരു 10 മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ബാക്കി ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും കൂടെ വെച്ചിട്ട് അതങ്ങ് ഓഫാക്കിയിട്ടാൽ ആ സ്റ്റീം കൊണ്ട് തന്നെ ദമ്മാവും കേട്ടോ. വേറെ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പാത്രങ്ങൾ ഒരുപാട് കഴുകാനുണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ കഴിയുന്ന പാത്രങ്ങൾ കഴുകി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ലാസ്റ്റ് ഇതൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവും. അപ്പോൾ എന്നും എണീക്കുന്നതിനേക്കാൾ നേരത്തെ എണീറ്റ് അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ, വീടൊന്ന് പ്രത്യേകം ഒരുക്കണം. എന്നും നമ്മൾ ചെയ്യുന്ന പരിപാടിയാണെങ്കിലും ആരെങ്കിലും വരിക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായിട്ടൊരു അടിക്കലും ഒതുക്കലും തുടക്കലും ഒക്കെ ആയിരിക്കും നമുക്ക്. അതുപോലെ തന്നെ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എണീറ്റ് അടുക്കളയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ അവരോട് സംസാരിക്കാമല്ലോ. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ കുക്കിങ്ങിലോട്ട് നിന്നാൽ നമുക്ക് സംസാരിക്കാനുള്ള സമയം, സ്വസ്ഥമായിട്ട് സംസാരിക്കാനുള്ള സമയം പോകും. അപ്പോൾ അവൾ വരുന്നതിന് മുമ്പ് തന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഫുഡൊക്കെ റെഡിയാക്കി വെച്ചാൽ പിന്നീടുള്ള സമയങ്ങൾ നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാമല്ലോ. അപ്പോൾ പപ്പടം കാച്ചി വെക്കുന്നുണ്ട്. അപ്പോൾ പപ്പടം കുറച്ചധികം ഇതുപോലെ കാച്ചി വെക്കുമ്പോൾ ഉണ്ടാക്കി വെക്കും. അപ്പോൾ ബിരിയാണി അപ്പോഴേക്കും റെഡി ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് നെയ്യിൽ അണ്ടി മുന്തിരി, ഇന്ന് സവാള ഇടുന്നില്ല, ചിലപ്പോൾ ഇടാറുണ്ട്. അപ്പോൾ അത് മാത്രം ഇട്ടിട്ട് അതുപോലെ തന്നെ ഒഴിച്ച് അങ്ങോട്ട് വീണ്ടും അടച്ച് വെക്കുകയാണ് കേട്ടോ. അതിൻ്റെ ചൂട് പോകണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇപ്പോഴേക്കും 11 മണിയായപ്പോഴേക്കും ചോറൊക്കെ റെഡിയായി, എല്ലാം സെറ്റായി. അപ്പം ഇനി ഒരു ജ്യൂസും കൂടെ അടിച്ച് വെച്ചാൽ വരുമ്പോൾ നമുക്കിതുപോലെ ഓടണ്ടല്ലോ. ഒരാളവിടെ നിർത്തിയിട്ട് നമ്മൾ അടുക്കളയിൽ പോയിട്ട് വെള്ളമൊക്കെ അടിച്ച് കൊടുക്കണ്ടല്ലോ. പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ഗസ്റ്റൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടല്ലേ, അപ്പം നമുക്കെല്ലാം ആദ്യം തന്നെ റെഡിയാക്കി വെക്കാമല്ലോ. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്തു, ഇപ്പോൾ ചോറ് വരുന്ന സമയത്ത് അവൾ വന്നതിന് ശേഷം മാത്രം ചോറ് പൊട്ടിച്ച് ദമ്മ് പൊട്ടിച്ച് മാറ്റി സെപ്പറേറ്റ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇവിടെ മുന്തിരി ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ടൊരു ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി കഴിക്കാൻ ഏകദേശം സമയമൊക്കെ ആയി. അപ്പോൾ ദമ്മൊന്ന് പൊട്ടിച്ചിട്ട് ചോറും
ചിക്കനൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ നല്ല കറക്റ്റായിട്ട് വേവായിട്ടുണ്ട്, വെന്തുടഞ്ഞൊന്നും പോയിട്ടില്ല, ഗ്രേവിയൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് ആദ്യം സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ചിക്കനും ഒന്ന് മാറ്റി വെച്ചിരിക്കുകയാണേ. അപ്പോൾ കഴിക്കാൻ ഏകദേശം ഒരു 10 മിനിറ്റ് മുമ്പാണ് കേട്ടോ ഈ ദമ്മൊന്ന് പൊട്ടിച്ചത്. അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് വേണമല്ലോ കഴിക്കാൻ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഒരു 10 മിനിറ്റ് മുമ്പ് തന്നെ ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ മാത്രമല്ല, അടുക്കളയിൽ അസിസ്റ്റൻ്റായിട്ട് ഹസ്ബൻഡും ഉണ്ട്. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞിട്ട് ഇതൊരു മിക്സിങ് ഉണ്ടല്ലോ, ഈ ചോറ് ഈ പിന്നെ കുറച്ച് ഗ്രേവി ആയതൊക്കെ പാടൊന്ന് മിക്സ് ചെയ്തെടുക്കണമല്ലോ എല്ലാ ഭാഗത്തോട്ടും. അപ്പോൾ അത് പിന്നെ ഹസ്ബൻഡ് ഏറ്റെടുത്തിരിക്കുകയാണ്. കറക്റ്റായിട്ട് അത് മിക്സ് ചെയ്ത് കിട്ടിക്കോളും. മിക്സ് ചെയ്യലാണ് ഒരു പണി. എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഓക്കെ ആയിട്ടില്ലെങ്കിൽ കുറച്ച് ഭാഗം ആ ഒരു റെഡ് കളർ ഉണ്ടാവും, ഒരു മഞ്ഞ കളർ ഉണ്ടാവും, ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ചോറൊക്കെ നേരെ ടേബിളൊക്കെ കൊണ്ടുവച്ച് ഞങ്ങളെല്ലാവരും ഇരുന്ന് കഴിച്ച് തുടങ്ങുകയാണ്. അപ്പോൾ ഇനി ചോറ് കൊണ്ട് കഴിഞ്ഞ് അതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കുറച്ച് നേരമൊക്കെ ഫ്രീ ആയിട്ടിരുന്ന് സംസാരിച്ച് റെസ്റ്റ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയുള്ളൂ. അപ്പോൾ ഇനി വൈകുന്നേരത്തേക്കുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ നമുക്ക് എന്തുണ്ടാക്കാനും ഒരു സന്തോഷമാണല്ലോ. മറ്റേതില്ല എന്നുണ്ടെങ്കിൽ നമ്മളുള്ളത് വെച്ച് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ ആരെങ്കിലും കൂടുതലുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് എനിക്ക് ഭയങ്കര ഒരു ഉത്സാഹിക്കാരം ആ സമയത്ത് അടുക്കളയിൽ കയറാനും ഉണ്ടാക്കാനൊക്കെ. കാരണം ഒരാൾ കൂടുതലുണ്ടല്ലോ കഴിക്കാൻ, അപ്പോൾ അവർക്ക് കൊടുക്കാനും താല്പര്യമായിരിക്കും. അപ്പോൾ അവിടെ നേന്ത്രപ്പഴം ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് ഇന്നൊന്ന് ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാം. വെറൈറ്റി ഒന്നുമല്ല, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നേന്ത്രപ്പഴം കണ്ടപ്പോൾ ഇന്ന് അങ്ങനെയാണ് തോന്നിയത്. പഴംപൊരിയൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ അതിൽ നിന്നൊന്ന് മാറിയിട്ട് ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 4 നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു. അതൊന്ന് വലിയ സൈസായിട്ട് കട്ട് ചെയ്ത്, ഇതിന് പല നാടുകളും പല പേരൊക്കെ പറയും. നമ്മുടെ ചെണ്ടമുറി എന്നും അതുപോലെ പഴമുറുക്ക് എന്നും ഒക്കെ പറയട്ടോ. ഞാൻ ആനീസ് കിച്ചണിൽ ഒരു ടൈമിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. റോമ വരുന്നൊരു എപ്പിസോഡിൽ അവരുണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പഴം ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചതിന് ശേഷം അതിലോട്ട് ഒരു ബെല്ലം ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് തന്നെ ഒരു 3 ഏലക്കയും ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം കൂടെ ചതച്ചിട്ട് അതും ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 മുറി തേങ്ങയുടെ പാലൊഴിച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. അത് നന്നായിട്ട് കുറച്ച് നേരം കൈ എടുക്കാതെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ആ പഴത്തിലോട്ട് ഒരു കോട്ടിങ് പോലെ ഈ ശർക്കരയും അതുപോലെ തേങ്ങാപ്പാലും പിടിക്കും കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ വിചാരിച്ചു ഒട്ടും ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോഴാണ് പുറത്ത് നല്ല മഴ, നല്ല കാലാവസ്ഥ. അങ്ങനെ ആകുമ്പോഴാണെങ്കിലോ നമുക്ക് കഴിക്കാൻ കൂടുതൽ താല്പര്യം തോന്നുക. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. ഇതിങ്ങനെ വേണമെങ്കിലും കഴിക്കാം, വെറുതെ ചായയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ പപ്പടം കൂട്ടിയിട്ട്. ഹസ്ബൻഡ് ഇത് പപ്പടം കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചത്. നല്ല ടേസ്റ്റാണ് എന്ന് പറഞ്ഞു. ഞാനിത് അല്ലാതെ കഴിച്ച് നോക്കി. അപ്പോൾ ഞാൻ കരുതി പഴത്തിലോട്ട് ഇത് ചേരുമ്പോൾ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ എന്താണെങ്കിലും ഇഷ്ടമാണെങ്കിലും പറയണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.